ജന്മനാൽ ഓട്ടിസം ഉള്ളവർക്ക് മാത്രമേ ഓട്ടിസം വരുള്ളൂ. This is a myth. Welcome to another episode of Myth versus Reality. Today I'm addressing a very serious, pertinent concern that we as educators face. ഇന്ന് ഡിജിറ്റൽ ഓട്ടിസം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് സ്ക്രീൻ ഓട്ടിസം, വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ, ഒരു ചാലഞ്ച് ആസ് എഡ്യൂക്കേറ്റേഴ്സ് ഞങ്ങൾ ഒത്തിരി കാണുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ. ഇതിൻ്റെ റീസൺ ഈസ് എക്സസീവ് സ്ക്രീൻ ടൈം ആൻഡ് ലാക്ക് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് പ്ലേ. ഇന്ന് പേരൻസ് പലപ്പോഴും നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി കപ്പിൾ ഓഫ് അവേഴ്സ് സ്ക്രീൻ ഇൻക്ലൂഡ്സ് ലാപ്ടോപ്പ്, മൊബൈൽ, ടി വി ഓർ എനിത്തിങ് എൽസ്. അപ്പോൾ ഇത് ഓരോന്നും 1 മണിക്കൂർ വെച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പോലും 1 മണിക്കൂറിന് മുകളിൽ ഒരു കുട്ടിക്ക് ആക്സസ് ഉണ്ടെങ്കിൽ ഇറ്റ് കുഡ് കോസ് വെർച്വൽ ഓട്ടിസം. സ്പീച്ച് ഡിലേ, കണ്ണിൽ ഐ കോൺടാക്റ്റ് ഇല്ലാതെ വരിക, ഇറിറ്റബിൾ ബിഹേവിയർ, റെപ്പറ്റേറ്റീവ് ബിഹേവിയർ, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഈസ് പാർട്ട് ഓഫ് ഓട്ടിസം. സോ ദിസ് ഈസ് എ റിവേഴ്സിബിൾ സിംറ്റം. ഇത് ആക്ച്വലി അവർ ജനിച്ചപ്പോൾ അവർക്ക് ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടല്ല ജനിക്കുന്നത്. ഇത് ഈ സ്ക്രീൻ അഡിക്ഷനിലൂടെയും കളിയില്ലാത്തതിൻ്റെയും പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാത്തതിലൂടെ വരുന്നതാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലെ നിങ്ങളുടെ കുട്ടിക്ക് ഈ ബിഹേവിയർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പ്ലീസ് റെഡ്യൂസ് സ്ക്രീൻ ടൈം, ഗെറ്റ് യുവർ ചിൽഡ്രൻ ടു പ്ലേ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർസ്, ensure that they have a lot of social interaction. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ it is reversible, and so by taking the right steps we can help our children. Thank you.